CPM MLA VK പ്രശാന്തിനെതിരെ അഴിമതി ആരോപണം. വട്ടിയൂർക്കാവ് MLA തന്റെ പദവി ഉപയോഗിച്ച് സ്വന്തം സ്ഥാപനത്തിന് വേണ്ടി അനധികൃതമായി കരാറുകൾ നേടിയെടുത്തു എന്നാണ് ആരോപണം. VK പ്രശാന്ത് നേതൃത്വം നൽകുന്ന സൊസൈറ്റിക്ക് വേണ്ടി ആക്കുളം അഡ്വഞ്ചർ പദ്ധതിയിൽ ക്രമക്കേട് നടത്തി ടെൻഡർ നടപടികൾ അട്ടിമറിച്ചു എന്നാണ് ആരോപണം. വിശദാംശങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, VK പ്രശാന്ത് MLAക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രധാന ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഏത് തരത്തിലാണ്? KP നിരവധി തവണയായി VK പ്രശാന്തിനെതിരെയുള്ള നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് ആയിട്ടുള്ള വീണ എസ് നായരാണ് ഈ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. VK പ്രശാന്ത് നേതൃത്വം നൽകുന്ന വെബ്കോസ് എന്ന സൊസൈറ്റിക്കായി ആക്കുളം ലെഷർ ആൻഡ് അഡ്വഞ്ചർ പദ്ധതിയിൽ വ്യാപക ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന ആരോപണത്തിൽ പറയുന്നത്. ടെൻഡർ നടപടികൾ അട്ടിമറിച്ചെന്നും അതുപോലെ തന്നെ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നുമാണ് ഈ ഒരു കോൺഗ്രസ് നേതാവ് വീണ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇവർ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് ഈ രേഖകളെല്ലാം, ഔദ്യോഗിക രേഖകളെല്ലാം പങ്കുവച്ചുകൊണ്ടാണ് വീണ എസ് നായർ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. MLA എന്ന ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചാണ് കരാർ സ്വന്തമാക്കിയതെന്നും അതുപോലെ സർക്കാർ പദ്ധതിയെ സ്വകാര്യ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുന്നുവെന്നുമൊക്കെയാണ് വീണ എസ് നായർ ആ പോസ്റ്റിൽ ആരോപിക്കുന്നത്. ആരോപണങ്ങൾക്ക് തെളിവായി നടപടികളുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേസമയം ആരോപണങ്ങളിൽ ഇതുവരെ VK പ്രശാന്ത് ഒരു പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടില്ല. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം എന്ന് പറയുന്നത്. നടപടികളുടെ രേഖകൾ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കൊണ്ട് തന്നെ ഇനി അതിലൊരു കൃത്യമായ ഒരു നടപടി തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നാണ് വീണ പറയുന്നത്. എന്തായാലും VK പ്രശാന്ത് ഇതുവരെയും ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു ആരോപണത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം നിരവധി തവണ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് VK പ്രശാന്ത് ആവശ്യത്തിലധികം പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ശ്രീനന്ദ, ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, അദ്ദേഹം മേയറായിരിക്കുന്ന സമയത്ത്, MLA ആയിരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്നുള്ള വിമർശനങ്ങൾ, ആരോപണം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ VK പ്രശാന്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM നേതൃത്വം എല്ലാ കാലത്തും സ്വീകരിച്ചു കഴിഞ്ഞത്. ഇപ്പോഴും അതേ നിലപാട് തന്നെയായിരിക്കും സ്വാഭാവികമായും CPM നേതൃത്വവും സർക്കാരും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് തൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ തൻ്റെ സൊസൈറ്റിക്ക് വേണ്ടി അനധികൃതമായി ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ സംരക്ഷണം പാർട്ടിയുടെ ഭാഗത്തിനും ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും KP പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളൊരു സംരക്ഷണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രത്തോളം ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഈ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം CPM എപ്പോഴും അവരുടെ കൂടെയുള്ള പ്രവർത്തകരെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പത്മകുമാറിനെ പോലും, സ്വർണ്ണ കവർച്ച കേസിൽ പത്മകുമാറിനെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ട് കൂടി അതുപോലും ചെയ്യാത്ത ഒരു പാർട്ടിയാണ്. അപ്പോൾ VK പ്രശാന്തിനെയും ഇനി അങ്ങോട്ടും സംരക്ഷിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസും മറ്റുള്ള കേസുകളെ പോലെ ഒരു തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും VK പ്രശാന്തിന് ഒരു സംരക്ഷണ ഭിത്തി CPMന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇടതു മുന്നണി ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. MLA എന്ന നിലയിലും അദ്ദേഹം മേയർ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ വീഴ്ചകളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ എല്ലാം മൂടി കെട്ടിവെക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രവണതയാണ് CPMന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. KP VK പ്രശാന്ത് MLAക്കെതിരെ കുരുക്ക് മുറുകയാണ്. ശ്രീനന്ദയാണ് വിശദാംശങ്ങൾ നൽകിയത്.